ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള വാരിയിട്ടതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി നല്ല ചെറിയ പഴുത്ത പഴം എടുത്തു വെച്ചിട്ടുണ്ട്. 7 പഴമാണ് എടുത്തു വെച്ചത്. പിന്നെ ഒരു ബൗളിൽ പഞ്ചസാര, പിന്നെ ഒരു വലിയ ബൗളിൽ മൈദ. ഇനി വേണ്ടത് 2 മുട്ടയും കൂടിയാണ്. ഇനി ആ എടുത്തു വെച്ച ചെറിയ പഴം ഒന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അത് ചെറുതായി ഒന്ന് കൈയോടൊന്ന് മുറിച്ച് കൊടുത്ത് അതിലേക്ക് ആ എടുത്തു വെച്ച പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് നന്നായി ഉടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ആ എടുത്തു വെച്ച മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആ എടുത്തു വെച്ച 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി മിക്സാക്കി കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ചെറുതായി ഒരു ലൂസ് പരുവത്തിലാക്കി എടുക്കാം. അധികം ലൂസ് ആവാൻ പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിൽ ആക്കി വെക്കുക. ഇനി അതൊരു 2 മണിക്കൂർ അടച്ചു വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്ത് വരിട്ടത് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കൈകൊണ്ടാണ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലും നല്ല എളുപ്പത്തിൽ ഇതിങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ചെയ്ത്. ഇനി അത് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതൊരു നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല ഗോൾഡൻ കളറായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈസിയായി ടേസ്റ്റി ആയിട്ടുള്ള വാരിയിട്ട ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.